ആദിവാസികൾക്ക് പട്ടയം നിഷേധിക്കുന്ന ഇടുക്കി കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ജൂലൈ 10-ന് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മാർച്ച്. ആദിവാസി ഏകോപന സമിതി നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. രാവിലെ 11-ന് നടക്കുന്ന മാർച്ചിന്റെ ഉദ്ഘാടനം ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി എം കപ്പിക്കാട്ട് നിർവഹിക്കും. ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന ഉത്തരവ് ഇടുക്കി ജില്ലാ കളക്ടർ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മാസം 10-ന് ആദിവാസി ഏകോപന സമിതി വിവിധ ആദിവാസി സംഘടനകളുമായി ചേർന്ന് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. രാവിലെ 11-ന് നടക്കുന്ന മാർച്ചിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി എം കവിക്കാട് നിർവഹിക്കും. വനാതിർത്തിക്ക് പുറത്തുള്ള ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് നിലവിൽ യാതൊരു നിയമ തടസ്സവും ഇല്ലാത്ത കാരണത്താൽ പട്ടയം നൽകണമെന്ന സർക്കാരിന്റെ ഉത്തരവാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലെ കളക്ടർമാർ പൂഴ്ത്തിവെച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 2020 സംസ്ഥാനത്തിൽ ആദിവാസികൾക്ക് ഉപാധിരഹിത പട്ടയം 1964 ഉപാധിരഹിത പട്ടയം കൊടുക്കുവാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കുകയും വർഷം 3 കഴിഞ്ഞിട്ടും ഇതുവരെ ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികളൊന്നും തന്നെ 4 ജില്ലകളിലെ ജില്ലാ കളക്ടർമാരുടെ ഉത്തരവാദിത്വത്തിൽ ഒരു കാര്യം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ആദിവാസി ജനവിഭാഗങ്ങളെ എന്നും അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയുമുള്ള ഗൂഢ നീക്കങ്ങൾക്കെതിരെ വളരെ ശക്തമായ തരത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലയിലുള്ള വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവരിന്ന് 10-ാം തീയതി ജൂലൈ 10-ാം തീയതി തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഒരു പ്രതിഷേധ ധർണയും പ്രതിഷേധ യോഗവും ചേരുവാനാണ് ആദിവാസി ഏകോപന സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഇടുക്കി ജില്ലാ കളക്ടർ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പാസാക്കിയ 1000-ഓളം ആദിവാസി പട്ടയങ്ങൾ 3 വർഷമായി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിലെ പട്ടികവർഗ്ഗക്കാരല്ലാത്തവർക്ക് പട്ടയം നൽകുമ്പോൾ ആദിവാസികളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി 1-2 പട്ടയങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി.